നമസ്കാരം. ശബരിമലയിൽ മകരവിളക്ക് അടുത്തതോടുകൂടി വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരക്ക് നിയന്ത്രിക്കുവാൻ പോലീസ് ക്രമീകരണങ്ങൾ നടത്തിവരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി ശബരിമലയിൽ നിന്ന് തത്വമൈ ന്യൂസിൻ്റെ പ്രതിനിധി സനോജ് നമ്മളോടൊപ്പം ചേരുന്നു. എന്താണ് സനോജ് ശബരിമലയിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ? ഹരി, മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് കടുത്ത നിയന്ത്രണങ്ങളാണ് ശബരിമലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 2 ദിവസമായി വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരുത്തിയിരുന്നു. ഇപ്പോൾ വലിയ വാഹനങ്ങൾ, അതായത് അന്യ സംസ്ഥാനത്തു നിന്നും വരുന്ന വലിയ വാഹനങ്ങൾ നിലയ്ക്കലിലേക്ക് കടത്തിവിടുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഒരു കൂട്ടം അന്യസംസ്ഥാനത്തു നിന്നുള്ള അയ്യപ്പ ഭക്തർ കൂനങ്കരയിൽ, നമുക്കറിയാം ലാഹ അടിവാരത്തിലുള്ള കൂനങ്കരയിൽ ഇപ്പോൾ റോഡ് ഉപരോധം നടക്കുകയാണ്. ഇന്ന് തിരുവാഭരണങ്ങൾ വൈകിട്ട് ഇതുവഴി കടന്നു പോകേണ്ടതുണ്ട്. ഇപ്പോൾ തിരുവാഭരണങ്ങൾ പെരിനാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിശ്രമിക്കുകയാണ്. അതിനുശേഷം വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഇവിടുന്ന് ഘോഷയാത്ര പുറപ്പെട്ട് ലാഹ സത്രത്തിലേക്ക് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് നീങ്ങുന്നതിന് മുമ്പ് ഈ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അതിനുവേണ്ടിയുള്ള തത്രപ്പെട്ട നീക്കങ്ങളിലാണ് പോലീസ് ആണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ശബരിമല മണ്ഡല മകരവിളക്ക് കാലം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് അടുക്കുന്നതോടുകൂടി തീർത്ഥാടനത്തിൻ്റെ തിരക്ക് വർദ്ധിച്ചിരിക്കുന്നു. അത് നിയന്ത്രിക്കുന്നതിൽ വലിയ രീതിയിലുള്ള നിഷ്കർഷകൾ നിലവിൽ വരുത്തിയിരിക്കുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തർ കൂനങ്കരയിൽ റോഡ് ഉപരോധിച്ചിരിക്കുന്നത്. എന്തായാലും ഈ റോഡ് ഉപരോധത്തെ എങ്ങനെയാണ് പോലീസ് പ്രതിരോധിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് കാണേണ്ടത്. പ്രത്യേകിച്ചും വൈകിട്ട് 4 മണിക്ക് ശേഷം തിരുവാഭരണങ്ങൾ ഇതുവഴി കടന്നു പോകേണ്ടതുണ്ട്. തിരുവാഭരണങ്ങളെ അകമ്പടി സേവിച്ചു കൊണ്ടുവരുന്ന വാഹനങ്ങൾ, 100 കണക്കിന് ഭക്തരൊക്കെ ഇതുവഴി പോകേണ്ട പ്രധാന പാതയാണ്. മാത്രമല്ല ശബരിമലയിലേക്കുള്ള പ്രധാന റോഡ് മാർഗം കൂടിയാണ് ഈ കൂനങ്കര വഴി ലാഹയിലേക്ക് നീങ്ങുന്ന ഈ റോഡ്. ആ റോഡാണ് ഇപ്പോൾ ഉപരോധിക്കപ്പെട്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിന് ഏത് രീതിയിലുള്ള പരിഹാരമാണ് സർക്കാർ തലത്തിൽ നിന്നുണ്ടാകുക എന്നുള്ളതാണ് നമുക്കിനി നോക്കി കാണേണ്ടത്. ഹരി.